പ്രിയമുള്ളവരെ, ഉച്ചഭക്ഷണവും കഴിഞ്ഞ് അല്പനേരം ഒന്ന് വിശ്രമിക്കണം എന്ന ചിന്തയോടുകൂടി ഇരുന്നപ്പോൾ ഫോണിൽ ഒന്ന് നോക്കിയപ്പോൾ വളരെ മ്ലേച്ഛം എന്ന് തോന്നിക്കപ്പെട്ട ഒരു വാർത്ത കാണാനിട വന്നു. അപ്പോൾ നിങ്ങൾ കൂടി അതൊന്ന് കാണുക. രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം, ഈ ലൈംഗികാരോപണ വിഷയം കേരളം മുഴുവൻ ചർച്ച ചെയ്യുമ്പോൾ നമ്മളെ സംരക്ഷിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഒട്ടും വ്യത്യസ്തമല്ല എന്ന് വ്യക്തമാക്കുന്ന ചില വാർത്തകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ലോ ആൻഡ് ഓർഡർ AIG VG വിനോദ് കുമാർ IPSനെതിരെ പരാതിയുമായി രംഗത്ത് വരികയാണ്. വനിതാ ഉദ്യോഗസ്ഥർ മോശം ഉദ്ദേശത്തോടെ വാട്സപ്പിൽ സന്ദേശം അയക്കുന്നുവെന്നാണ് പരാതി. വനിതാ ഉദ്യോഗസ്ഥരുടെ മൊഴിയടക്കമുള്ള റിപ്പോർട്ട് DGPക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. അതേസമയം പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് VG വിനോദ് കുമാറിന്റെ ആരോപണം. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആര് പരാതി കൊടുത്തു, ആർക്കെതിരെ പരാതി കൊടുത്തു എന്ന് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വാർത്തയിൽ അത് വ്യക്തമായിരുന്നു. അപ്പോൾ ഇനിയും വേണ്ടത് ഒരു കാര്യം മാത്രമാണ്. സ്വയം പ്രൂവ് ചെയ്യാനുള്ള തെളിവുകൾ എല്ലാവരുടെയും പക്കലുണ്ടായിരിക്കട്ടെ. നിഷ്കളങ്കനെങ്കിൽ അദ്ദേഹം അത് പ്രൂവ് ചെയ്യണം. അപമാനിക്കപ്പെട്ടെങ്കിൽ, മോശം രീതിയിൽ ഒരു അനുഭവം ഒരാളിനുണ്ടായെങ്കിൽ അതിന് തക്കതായ തെളിവുകൾ നിങ്ങളും സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. കരുതലോടെ ഇരിക്കുക. ആർക്കും ഇങ്ങനൊരവസ്ഥ ഉണ്ടാവാം. സ്ത്രീകൾ പഴയതിനേക്കാൾ മികച്ച രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വ്യക്തമായ ഉദ്ദേശങ്ങളോടെ ഗൂഢാലോചനയോടെ ചെയ്യുന്നവരുണ്ടാകും. അല്ലാതെ സത്യസന്ധമായി സഹിക്കാൻ പറ്റാഞ്ഞിട്ട് പ്രതികരിക്കുന്ന സ്ത്രീജനങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിലും സ്വയം പ്രൂവ് ചെയ്യാൻ ഈ രണ്ട് കൂട്ടർക്കും പറ്റട്ടെ. കാലം തെളിയിക്കും ആരാണ് ശരിയെന്നുള്ളത്. എനിവേ, പരാതി കൊടുത്ത വനിതാ ഉദ്യോഗസ്ഥരോട് ഒപ്പം നിൽക്കാനേ എനിക്കിപ്പോൾ പറ്റുന്നുള്ളൂ. കാര്യം ഞാനും ഒരു സ്ത്രീയാണ്. ആരും അപമാനിക്കപ്പെടാതിരിക്കട്ടെ, ഇതൊരു കള്ളക്കേസാവാതിരിക്കട്ടെ എന്ന് ചിന്തിച്ചു പോകുന്നു. കാര്യം അങ്ങനെയുള്ള സ്ത്രീകളുമുണ്ട്. എന്തെങ്കിലും ഒരു ലാഭേച്ഛയാൽ അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. അങ്ങനെയുള്ള ഒരു കേസ് ആകാതിരിക്കട്ടെ ഇത്. അവർക്ക് മോശം അനുഭവം ഉണ്ടായി എന്നൊരവസ്ഥയാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നുള്ളത് സത്യമാണെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ ഒട്ടും തന്നെ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊള്ളുന്നു. ഇത് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളിത് കേൾക്കുന്ന നിങ്ങളെല്ലാവരും യോജിക്കണമെന്നില്ല. കാര്യം നീതിയും ധർമ്മവും പരിപാലിക്കേണ്ടവർ, കാത്തു സൂക്ഷിക്കേണ്ടവർ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ആ സ്ഥാനത്തിരിക്കാൻ ഒട്ടും തന്നെ യോഗ്യരല്ല.